അച്ചാച്ചി ഇത് ഏത് വർഷത്തിലാ ഈ വീടുണ്ടാക്കിയത് ഓർമ്മ ഉണ്ടാ? വീടുണ്ടാക്കിയത് ഈ വീട് 76 പണി തുടങ്ങി. 67. 67 അപ്പൊ ഏതാണ്ട് 60 കൊല്ലത്തിന്റെ അടുത്തായില്ല. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ തറവാട്ടിലാണ്. കോഴിക്കോട് ജില്ലയിൽ കായക്കൊടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മലയോര മേഖലയാണ്. ഏതാണ്ട് 60 വർഷത്തിനടുത്ത് പഴക്കമുള്ളൊരു വീടാണ്. അന്ന് ഇവിടെ ഭയങ്കര കാടൊക്കെ ആയിരുന്നു. എത്രയോ കിലോമീറ്ററുകൾ ഇന്ന് സാധനങ്ങളൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ന് എല്ലാവരും ലീവായതുകൊണ്ട് കുറച്ച് ദിവസം അച്ചാച്ചനെ കണ്ടിട്ടും അങ്ങനെ എല്ലാവരും കൂടി അച്ചാച്ചനെ ഒന്ന് കാണാമെന്നൊക്കെ വെച്ചിട്ട് വന്നതാണ്. ഏതാണ്ട് 4 ഏക്കറോളം വരുന്ന പറമ്പിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നടുവേദനയായിട്ട് കാണിക്കാൻ വന്നു. ഞാൻ ഇന്ന് കണ്ടായിരുന്നു. അപ്പൊ അച്ചാച്ചനോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ഇന്ന് ഭയങ്കര കൂട്ടായിരുന്നു. അച്ചാച്ചൻ ലേശം പൊക്കക്കുറവുണ്ടെങ്കിൽ ആള് പുലിയാണ്. ഏതാണ്ട് 1500-ലധികം ശിഷ്യന്മാരുള്ള അറിയപ്പെടുന്ന ഒരു കളരി ഗുരുക്കളാണ് അച്ചാച്ചൻ. 2017 സംസ്ഥാന സർക്കാരിൻ്റെ ഫോക്ലോർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അച്ചാച്ചനെ കുറിച്ചുള്ള പത്രവാർത്തകളും അതുപോലെ തന്നെ പല ചടങ്ങുകളിൽ നിന്ന് അച്ചാച്ചനെ ആദരിച്ച ഫോട്ടോസൊക്കെയാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. മകന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അച്ചാച്ചൻ്റെ അച്ഛൻ തന്നെയാണ് അച്ചാച്ചനെ കളരിയിൽ ചേർക്കുന്നത്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയായി തന്നെ മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട്, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും 96-ാം വയസ്സിലും അദ്ദേഹം നല്ല സജീവമായിട്ട് തന്നെ ഉണ്ട്. പട്ടോളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അച്ചാച്ചൻ്റെ തറവാട് ഉണ്ടായിരുന്നത്. മഠത്തിൽ എന്നാണ് തറവാട്ട് പേര്. പിന്നീട് 1967 താമസം ഇങ്ങ് കായക്കൊടിയിലേക്ക് പുതിയ വീടുണ്ടാക്കി മാറുകയാണ് ചെയ്തത്. 76 പണി തുടങ്ങി. 67. 67 അപ്പൊ ഏതാണ്ട് 60 കൊല്ലത്തിന്റെ അടുത്തായില്ല. അന്ന് എങ്ങനെയാ ഇത് കൊണ്ടുവന്ന് ഈ കല്ലും മണ്ണെല്ലാം കായക്കോടി നിന്ന് തലയിൽ വെച്ചുകൊണ്ടുവന്നോ? എങ്ങനെ കൊണ്ടുവന്നറിയോ? കൂലി കൊണ്ടുവന്ന് ലോറിക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് തോട്ടത്തിലാണ് ആളിറക്കി. കായക്കൊടി അങ്ങാടിയില്ല, തോട്ടത്തിലാണ്. അതും കഴിഞ്ഞിട്ട് ആളിന് വണ്ടിക്ക് കാറ്റ് കായക്കൊടി ഇറക്കി. കായക്കൊടിന്റെ പെണ്ണുകള് തലയിലാക്കി കൂടെ കൊണ്ടുപോയി ചെക്കൻ പൊരിയാവുന്നു. അന്നേരം പിന്നെ പൊരിയാവുന്നു. അധികം പറയുന്നില്ല. മൃഗങ്ങൾ ഉണ്ടാവില്ല ആ സമയത്ത്. ആ മൃഗങ്ങളും രണ്ടും. പൊരപ്പണി എടുക്കുന്ന സമയത്താ പുലീനെ പിടിച്ചെന്ന് പറഞ്ഞ അല്ല, ഇവിടെ താമസിച്ചതിന് ശേഷം മുമ്പേ അല്ല? അത് 60-ന്റെ മുമ്പേ. എത്ര പുലീനെ പിടിച്ചേ? എത്ര പുലി? 2 പുലിയാ? 2 പുലീനെ പിടിച്ചത്. ആദ്യം ഒന്നെ പിടിച്ച് അന്ന് പിടിച്ചാൽ കേസൊന്നുമില്ല. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ചെറിയ തോടുണ്ട് ഇവിടെ. മഴക്കാലത്തൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഞങ്ങളൊക്കെ എപ്പോഴും ഇവിടെ വന്നാൽ അതിലാണ് കുളിയും കാര്യങ്ങളൊക്കെ. ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് തോട് വറ്റി വരണ്ട് കിടക്കുന്നു. ഈ ഒരു തോടിൻ്റെ ഉത്ഭവം തന്നെ ഇതാ ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ടാണ് അതിങ്ങനെ താഴേക്ക് പോകുന്നത്. മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ഈ ഒരു തറവാട് വീടിൻ്റെ മേലെയായിട്ട് പടവെട്ടിയ പാറ എന്ന് പറയുന്നൊരു വലിയ പാറയുണ്ട്. പഴശ്ശിരാജാവ് പണ്ട് പടവെട്ടിയത് കൊണ്ടാണ് ഇതിന് പടവെട്ടിയ പാറ എന്ന് പേര് വന്നത്. ഈ ഒരു 4 ഏക്കർ പറമ്പിൽ തെങ്ങും വാഴയും കവുങ്ങും ഗ്രാമ്പും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊരു നൊസ്റ്റാൾജിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കാരണം സ്കൂളൊക്കെ പൂട്ടി കഴിയുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. എന്നിട്ട് ചക്കയും മാങ്ങയും പേരക്കയൊക്കെ തിന്ന് ഇവിടെയൊക്കെ കഴിയും. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ പോകാൻ തന്നെ ഒരു മടിയായിരുന്നു. ഈ കാണുന്ന അശോക മരമാണ്. ഇതേ തൊട്ടപ്പുറത്ത് ഇത് ജാതി മരം. ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ അച്ചാച്ചൻ്റെ പഴയകാല കഥകളൊക്കെ കേട്ട് എല്ലാവരും വട്ടമിട്ടിരുന്ന് 2 വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ തിരക്കുന്നൊക്കെ മാറി ഈ ഒരു നാട്ടിൻ പ്രദേശത്ത് വരുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. ഇത് എനിക്കൊരു മൾബർ കിട്ടി. ഒരെണ്ണുണ്ട് പഴുത്ത് കിടക്കുന്നത്.
ഇതൊരു തരം ചെമ്പരത്തിയാണ്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും കാണുമായിരുന്നു. ഇപ്പം ഇതങ്ങനെ കാണാറില്ല, ഇതുപോലത്തെ നാട്ടുചെടികളൊന്നും. കുരുമുളക് വള്ളി തിരിയിട്ട് വരുന്നേ ഉള്ളൂ. അച്ചാച്ചന് നല്ലൊരു കുരുമുളക് കർഷകൻ കൂടിയായിരുന്നു. പഞ്ചായത്തിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള പച്ചപ്പും കൃഷിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. നമ്മുടെ ഒരു ബഹളത്തിൽ നിന്നൊക്കെ മാറി ഇടയ്ക്ക് ഇതുപോലെ സ്ഥലത്തൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. അച്ചാച്ചന് 96 വയസ്സായെങ്കിലും ഓർമ്മക്കുറവോ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ചാച്ചനോട് പറ്റുമെങ്കിൽ നമുക്കൊരു കളരിപ്പയറ്റ് ചെയ്യിക്കാം. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. കുറച്ച് അങ്ങോട്ട് കളരിയിൽ ഈ ഒരു പയറ്റിന് പറയുന്ന പേര് ഒറ്റ എന്നാണ്. ഒറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് കളരിയിൽ. ഒറ്റ പയറ്റി തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നാണ് പൊതുവെ പറയുന്നത്. അച്ചാച്ചൻ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഒന്നും മറന്നു പോകാതെ തന്നെ ചെയ്യുന്നുണ്ട്. 96 വയസ്സായി, കണ്ടാൽ പറയില്ല അല്ലേ. വ്യായാമം ആനന്ദകം അതുപോലെ തന്നെ കുണ്ടി മുട്ടൻ്റെ ജീവസേന വേണ്ടിയിട്ടാണ് ആയോധന കല ഒറ്റ ഇതിൻ്റെ എന്താ ഗതേൻ്റെ പയറ്റ് ജീവസേന വേണ്ടിയിട്ട് ഒരിക്കൽ പറഞ്ഞു ഏർപ്പാടാക്കി. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.